അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവൻ്റെയോ ഗ്രില്ലിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലും നല്ല സോഫ്റ്റും ജ്യൂസിയും ആയിട്ടുള്ള ബീഫ് കബാബാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബീഫിന് പകരം ഏത് ഇറച്ചിയായാലും മിൻസ്ഡ് മീറ്റും എടുക്കാവുന്നതാണ്. 1 കിലോ എല്ലില്ലാത്ത ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് സമയം അരിപ്പയിൽ വെച്ച് മുഴുവൻ വെള്ളവും മാറിയതിനു ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം മുഴുവനും മാറിയ ബീഫ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പ്രോസസർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പൊ ജാറിന്റെ 1/4 ഭാഗത്തോളം ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇറച്ചിയുടെ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഇനി ബാക്കിയിരിക്കുന്ന ബീഫ് മുഴുവനും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് അരച്ചെടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ മുഴുവൻ ബീഫും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 20 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുത്താൽ മതിയാകും. അടുത്തതായിട്ട് 4 പച്ചമുളക് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലോണം ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബീഫില് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോ മീഡിയം സൈസ് 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയുടെ തൊലിയെല്ലാം മാറ്റി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പൊ സവാള ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ഞാനിപ്പോ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പർ ഇല്ല എങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലും മതി. എത്രത്തോളം ചെറുതായിട്ട് സവാള ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഈ ചോപ്പ് ചെയ്തെടുത്ത സവാളയില് സവാളയുടെ നീരുണ്ട്. ഈ സവാളയുടെ നീര് ഒന്നുകിൽ നമ്മൾ കൈകൊണ്ട് നല്ലോണം മുറുക്കി പിഴിഞ്ഞ് ഈ സവാളയുടെ നീര് മുഴുവനും മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ തുണിയിൽ ചോപ്പ് ചെയ്തെടുത്ത സവാള മുഴുവനും ഇട്ട് കൊടുത്തിട്ട് അതിന്റെ വെള്ളം മുഴുവനും മാറ്റുക. ഇപ്പൊ ഞാൻ മുറുക്കി പിഴിഞ്ഞ് ഇതിന്റെ നീര് മുഴുവനും മാറ്റിയിട്ടുണ്ട്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുക. ഞാനിപ്പോ ചോപ്പ് ചെയ്തെടുത്ത സവാള മുഴുവനും കൈകൊണ്ട് മുറുക്കി പിഴിഞ്ഞ് സവാളയുടെ നീര് മുഴുവനും മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പിഴിഞ്ഞെടുത്ത നീര് കളയേണ്ട ആവശ്യമൊന്നുമില്ല. താരനൊക്കെ പോകാൻ വേണ്ടിയിട്ടും മുടി വളരാൻ വേണ്ടിയിട്ട് സവാളയുടെ നീര് നല്ലതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പൊ സവാള മുഴുവനും ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സവാളയുടെ നീര് മുഴുവനും മാറ്റി ഡ്രൈ ആക്കി എടുത്ത സവാള മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് കൈ വെച്ചോ ഒരു സ്പാച്ചില വെച്ചോ ഒരു സ്പൂൺ വെച്ചോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക് ഇല്ല എങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് മുഴുവൻ മല്ലിയാണ്. ഞാനിപ്പോ 1 ടീസ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഈ മുഴുവൻ മല്ലിയും കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ല. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതിയാകും. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത മസാല മുഴുവനും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലി എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതയ്ക്കുന്ന കല്ല് വെച്ചിട്ട് ഇടികല്ല് കൊണ്ട് ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണ്. മല്ലി ഇല്ല എങ്കിൽ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താലും മതി. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ചതച്ച മല്ലിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് കൈ വെച്ചോ സ്പാച്ചിൽ വെച്ചോ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയാണ്, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് 1
മിനിറ്റെങ്കിലും നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഞാൻ കൈവച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ഒന്ന് എല്ലാം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ കുറച്ച് സമയം ഇത് മാറ്റി വെച്ചാൽ മാത്രമേ ഈ മസാലയെല്ലാം ബീഫിൽ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് മാറി കിട്ടുകയുള്ളൂ. ഇനി ഇത് മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സാലഡ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നാരങ്ങ കുരുവെല്ലാം മാറ്റി ഇതിലേക്ക് പിഴിഞ്ഞും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പൊ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ അത്രയും നല്ലത്. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നല്ല കട്ടിക്ക് ഇരുന്നാൽ മാത്രമേ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കമ്പിയാണ്. ഇതുപോലത്തെ കമ്പി ഇല്ലെങ്കിൽ ഉടൻ സ്ക്വയർ എടുക്കുക. അതും ഇല്ലെങ്കിൽ നീളമുള്ള സ്പൂണോ ചട്ടുകുമോ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ നീളമുള്ള കത്തിയോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതിയാവും. കട്ടിയും നീളമുള്ള ചൂട് കൊണ്ടാൽ ഉരുക്കി പോകാത്ത എന്തെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിപ്പോ ഇതുപോലത്തെ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉരുട്ടിയെടുത്ത മിക്സ് ഈ കമ്പിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നല്ലോണം പ്രസ് ചെയ്ത് വേണം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ഇടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഇപ്പൊ നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം കൈ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഷേപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇത് കൈ വിരലുകൾ വെച്ചിട്ട് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ വിരൽ വെച്ചിട്ട് ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തത് കൊണ്ട് താനെ അങ്ങ് ഡിസൈൻ വന്നോളൂ. ഇനി ഇതുപോലത്തെ കമ്പി ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചോപ്പ് സ്റ്റിക്ക് എടുക്കുക. ഞാനിപ്പോ ഇത് 2 രീതിയിലാണ് കാണിക്കുന്നത്. ഒന്ന് കമ്പി വെച്ചിട്ടും മറ്റൊന്ന് ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടുമാണ്. അപ്പൊ നമ്മൾ ഉരുട്ടിയെടുത്ത മിക്സ് ചോപ്പ് സ്റ്റിക്കിൽ വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ നീളത്തിൽ കൈ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു രീതിക്ക് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവനൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ കൂടെ ഗ്രില്ലിംഗ് കമ്പി കിട്ടുന്നതാണ്, അതെടുത്താലും മതി. ഓവൻ ഉള്ളവരാണെങ്കിൽ ഓവൻ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോ എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തവയിൽ വെച്ചാണ് കാണിക്കുന്നത്. ഇനി ഇരുമ്പിന്റെ ഒരു തവയോ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും എടുക്കുക. ഞാനിപ്പോ ഒരു ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ദോശക്കല്ല് ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ ദോശക്കല്ലിന്റെ 2 അറ്റത്തും 2 കമ്പി വെച്ചു കൊടുക്കാം. ഇനി ബീഫിന്റെ മിക്സ് വെച്ച് ഷേപ്പ് ചെയ്തെടുത്ത കമ്പി ഇതുപോലെ ഈ കമ്പിയുടെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 3 എണ്ണമാണ് വെച്ചു കൊടുക്കുന്നത്. ബീഫിന്റെ മിക്സ് ദോശക്കല്ലിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 അറ്റവും കമ്പി വെച്ചു കൊടുക്കുന്നത്. അപ്പൊ മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചൂടാക്കി ഡ്രൈ ആക്കി എടുക്കാം. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നല്ലോണം ചൂടാക്കി എടുക്കാം. ഇപ്പൊ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ദോശക്കല്ലിന്റെ ആ ചൂടുകൊണ്ട് ഇതെല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ദോശക്കല്ലിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇത് കമ്പിയിൽ നിന്ന് മെല്ലെ ഊരി മാറ്റാം. ഇപ്പൊ കമ്പിയിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുത്തത് മുഴുവനും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തിരിച്ചും മറിച്ചും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടണം. ലോ ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കുറച്ചിട്ടാൽ മാത്രമേ ഇതിന്റെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടുകയുള്ളൂ. ഇപ്പൊ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. ഇപ്പൊ നമ്മൾ കമ്പിയിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുത്തത് മുഴുവനും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായതിനു ശേഷം ചോപ്പ് സ്റ്റിക്കിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുത്തത് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ച് എത്ര വേണമെങ്കിലും വെച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ 5 എണ്ണമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തിരിച്ചു മറിച്ചു വിട്ട് ഇപ്പൊ എല്ലാം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ചൂടോടുകൂടി തന്നെ ചോപ്പ് സ്റ്റിക്കിൽ നിന്ന് മെല്ലെ ഊരി മാറ്റാം. ഇപ്പൊ അടിപൊളി ടേസ്റ്റ് റെസ്റ്റോറന്റ് സ്റ്റൈലില് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഓവൻ ഇല്ലെങ്കിൽ ഓവനിൽ ചെയ്തെടുത്ത അതേ ടേസ്റ്റും രീതിയിലുമാണ് നമുക്ക് പാനിലും ചെയ്തെടുക്കാൻ പറ്റും. ഇത് പുറത്തു നിന്നും വാങ്ങുകയാണെങ്കിൽ നല്ല വിലയാവും. നമ്മൾ റെസ്റ്റോറന്റുകളിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങാതെ അതേ ടേസ്റ്റിലും അതേ രീതിയിലും നമുക്ക് ഓവനൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ,
നല്ല സോഫ്റ്റ് ആണ്. അത് മാത്രമല്ല നല്ലോണം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ എത്ര മാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്